സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നിലവിൽ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവർ ആരൊക്കെ എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ PSCയുടെ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 7ാം കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? 7ാം കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ ആണ്. KN ഹരിലാൽ. നബാർഡിന്റെ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ ചെയർമാൻ ഡോക്ടർ ഷാജി കൃഷ്ണൻ വി. ഡോക്ടർ ഷാജി കൃഷ്ണൻ വി അല്ലെങ്കിൽ ഡോക്ടർ ഷാജി KV എന്നായിരിക്കും ഓപ്ഷൻസിൽ തരിക. പ്രത്യേകം നോട്ട് ചെയ്യുക. ഡോക്ടർ ഷാജി കൃഷ്ണൻ വി. ലോക്സഭയിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ലോക്സഭയിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. PT ഉഷ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ രോഹിത് ജെയിൻ ആണ്. രോഹിത് ജെയിൻ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആര്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി തുളസിയാണ്. തുളസി. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര്? ഇപ്പൊ ഫിഷറീസ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? VE അബ്ദുൽ ഗഫൂർ ആണ്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ VE അബ്ദുൽ ഗഫൂർ. കായികം യുവജനകാര്യം എന്നീ വകുപ്പുകൾ ആർക്കാണ്? ഇപ്പൊ കായികം വകുപ്പ് കായികം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? OJ ജനീഷ് ആണ്. അതുപോലെ യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. കായികം യുവജനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആര്? OJ ജനീഷ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആര്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ്. അനൂപ് ജേക്കബ്. ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ഗതാഗതം CP ജോൺ ആണ്. CP ജോൺ. പൊതുമരാമത്ത് വകുപ്പ് PWD മന്ത്രി ആര്? PK ബഷീർ ആണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? PK ബഷീർ. ജലവിഭവ വകുപ്പ് അതുപോലെ ഭവന നിർമ്മാണ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മോൻസ് ജോസഫ് ആണ്. ഇപ്പൊ ജലവിഭവ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ മോൻസ് ജോസഫ്. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആര്? മോൻസ് ജോസഫ്. ജലവിഭവ വകുപ്പും ഭവന നിർമ്മാണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മോൻസ് ജോസഫ് ആണ്. കരസേന മേധാവിയായിട്ട് നിയമിതനായത് ആര്? കരസേന മേധാവി നിലവില് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിയാണ്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിയാണ് കരസേന മേധാവിയായിട്ട് നിയമിതനായത്. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? ലോകബാങ്കില് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. നീൽകാന്ത് മിശ്ര. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ജെറോമിക് ജോർജ് ആണ്. ജെറോമിക് ജോർജ്. ഇനി കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ്. ബിശ്വനാഥ് സിൻഹയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ബിശ്വനാഥ് സിൻഹ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ സൈബൽ ചതോപാധ്യായയാണ്. ഡോക്ടർ സൈബൽ ചതോപാധ്യായ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആര്? കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ ആണ്. DK ശിവകുമാർ. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി. വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വൈദ്യുതി വകുപ്പ്
സണ്ണി ജോസഫ് ആണ്. സണ്ണി ജോസഫ്. സഹകരണം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ ചുമതല ആർക്കാണ്? സഹകരണ വകുപ്പ് അതുപോലെ എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ്. എം ലിജു. സഹകരണം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ ചുമതല ആർക്കാണ്? എം ലിജു. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? കൃഷി വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ആണ്. ടി സിദ്ദിഖ്. വനിതാ ശിശു വികസന ക്ഷീര വികസന വകുപ്പ് മന്ത്രി ആര്? വനിതാ ശിശു വികസനം അതുപോലെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ. വനിതാ ശിശു വികസനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ പി അനിൽ കുമാർ ആണ്. എ പി അനിൽ കുമാർ. ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ആരാണ്? പി സി വിഷ്ണുനാഥ് ആണ്. ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിയാണ്. കെ എം ഷാജി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി എം ജോൺ ആണ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് എൻ ഷംസുദ്ദീൻ ആണ്. എൻ ഷംസുദ്ദീൻ ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എൻ ഷംസുദ്ദീൻ. വ്യവസായം, വിവര സാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? വ്യവസായ വകുപ്പ് അതുപോലെ വിവര സാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി. വ്യവസായ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അതുപോലെ വിവര സാങ്കേതിക വിദ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? പി കെ കുഞ്ഞാലിക്കുട്ടി. നിലവിലെ കേരള ആരോഗ്യ വകുപ്പ് അതുപോലെ ദേവസ്വം വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ മുരളീധരൻ ആണ്. കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ മുരളീധരൻ ആണ്. കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ആര്? ആഭ്യന്തരം രമേശ് ചെന്നിത്തലയാണ്. നിലവിലെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സാദി നിരഞ്ജൻ ജ്യോതി. സാദി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സാദി നിരഞ്ജൻ ജ്യോതി. കേരളത്തിന്റെ നിലവിലെ പോലീസ് മേധാവി ആര്? DGP ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ. റവാഡ ആസാദ് ചന്ദ്രശേഖർ. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. കേരള PSCയുടെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതി ദേവിയാണ്. പി സതി ദേവി. കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ഡോക്ടർ കെ ജാജു ബാബു ആണ്. ഡോക്ടർ കെ ജാജു ബാബു ആണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് കെ ജാജു ബാബു. അഡ്വക്കേറ്റ് കെ ജാജു ബാബു. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്? ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇന്ത്യയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്.
ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുമുള്ളതാണ്. ഹരിയാനക്കാരനാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പൊ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. എത്രാമത്തേതാണ്? 53-ാമത്തേതാണ്. ഹരിയാനയിൽ നിന്നുമുള്ളതാണ്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആര്? ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണിയാണ് നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ 26-ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ ആര്? സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് ചോദിച്ചാൽ 26-ാമത്തേതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K. സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആര്? K. സഞ്ജയ് മൂർത്തി. ISRO ചെയർമാൻ ആര്? ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആര്? നീതി ആയോഗ് CEO നിധി ചിപ്പറാണ്. നിധി ചിപ്പർ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ശ്രീ അശോക് കുമാർ ലാഹിരിയാണ്. ശ്രീ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. അശോക് കുമാർ ലാഹിരി. അടുത്ത ചോദ്യം, UPSC ചെയർമാൻ ആരാണ്? UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ആണ്. ഡോക്ടർ അജയ് കുമാർ UPSC ചെയർമാൻ. സെബിയുടെ ചെയർപേഴ്സൺ ആര്? സെബി നിലവിലെ സെബിയുടെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീ തുഹിൻ കാന്ത പാണ്ഡെയാണ്. ശ്രീ തുഹിൻ കാന്ത പാണ്ഡെയാണ് നിലവിലെ സെബി ചെയർമാൻ. തുഹിൻ കാന്ത പാണ്ഡെ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. വിക്രം മിശ്രി ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആര്? ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് നിലവിൽ? വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തരമന്ത്രി യൂണിയൻ ഹോം മിനിസ്റ്റർ ആര്? ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തരമന്ത്രി ആര്? അമിത് ഷായാണ്. അമിത് ഷായാണ് ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അമിത് ഷാ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആരാണ്? ഡോക്ടർ എസ് ജയശങ്കർ ആണ്. സുബ്രഹ്മണ്യം ജയശങ്കർ. ഡോക്ടർ എസ് ജയശങ്കർ. വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഡോക്ടർ എസ് ജയശങ്കർ. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആര്? നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആരാണ്? നിതിൻ ഗഡ്കരി. ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? ലോകബാങ്ക് നിലവിൽ പ്രസിഡന്റ് ആര്? അജയ് ബംഗയാണ്. അജയ് ബംഗ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ്.
ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ശ്രീ രാജ് കുമാർ ഗോയൽ ആണ്. ശ്രീ രാജ് കുമാർ ഗോയൽ ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ശ്രീ രാജ് കുമാർ ഗോയൽ. കേരളത്തിൻ്റെ നിലവിലെ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിൻ്റെ നിലവിലെ ഇൻഫോർമേഷൻ കമ്മീഷണർ വി ഹരി നായർ ആണ്. വി ഹരി നായർ. ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആര്? നിലവിൽ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവ് ആണ്. അശ്വനി വൈഷ്ണവ് നിലവിൽ റെയിൽവേ മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കേന്ദ്രം ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നന്ദയാണ്. JP നന്ദ. ജഗത് പ്രകാശ് നന്ദ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി ആര്? കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയാണ്. അന്നപൂർണ ദേവി. ഇന്ത്യയുടെ കൃഷി കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഇന്ത്യയുടെ കൃഷി കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ത്യയുടെ കൃഷി കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കേരളത്തിൻ്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റത് ആര്? കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികൻ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ കൗശികൻ ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ്. കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ ആര്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ ഷാനി മോൾ ഉസ്മാൻ. ഷാനി മോൾ ഉസ്മാൻ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. നിലവിലെ കേരള ഗവർണർ ആര്? നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 16ാമത് കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിതനായത് ആര്? 16ാമത് കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിതനായത് ആരാണ്? ജി സുധാകരൻ ആണ്. ജി സുധാകരൻ. അടുത്ത ചോദ്യം ലോക്പാൽ. നിലവിൽ ലോക്പാൽ അല്ലെങ്കിൽ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ ശ്രീ ജസ്റ്റിസ് അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ്. ശ്രീ ജസ്റ്റിസ് അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ് നിലവിൽ ലോക്പാൽ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.